തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ചിത്രകാരനും നാടൻപാട്ട് കലാകാരനുമായ പ്രവീൺ രുക്മ തിരക്കിലാണ്. ഏഴോം ഗ്രാമത്തിന്റെ മുക്കിലും മൂലയിലും ചുവരെഴുത്തിന് നേതൃത്വം നൽകുന്നത് പ്രവീൺ രുക്മയാണ്. മികച്ച നാടൻപാട്ട് കലാകാരനും ചിത്രകാരനുമായ പ്രവീൺ രുക്മ ഇടത് സഹയാത്രികനാണ്. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ മുഴുവൻ സമയം തിരഞ്ഞെടുപ്പ് പ്രചാരണ പോസ്റ്ററുകൾ, ബോർഡുകൾ, ചുവരെഴുത്ത് എന്നിവ തയ്യാറാക്കുന്നതിനായി സമയം മാറ്റിവെച്ചു. മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ചുവരെഴുത്തുകൾ വർദ്ധിച്ചു. നവമാധ്യമങ്ങളിൽ പ്രചരണം കൊഴുക്കുമ്പോഴും ചുവരെഴുത്തിന് കുറവൊന്നുമില്ല. ഓർമ്മ വെച്ച കാലം മുതൽ ഇടതുപക്ഷത്തോടൊപ്പം തിരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായിരുന്നു. മുൻപ് രാത്രികാലങ്ങളിൽ പെട്രോമാക്സ് വെളിച്ചത്തിലായിരുന്നു ചുവരെഴുത്ത്. എന്നാൽ ഇപ്പോൾ പകൽ നേരത്തും ചുവരെഴുതാൻ തുടങ്ങിയതായി പ്രവീൺ രുക്മ പറഞ്ഞു. ചുമരെഴുത്ത് പണ്ടുകാലങ്ങളിൽ ചുമരെഴുതുന്നത് സമ്മടിച്ചുകൊണ്ട് അതുപോലെ തന്നെ അതിൽ ബ്ലൂ പൊടി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചുമരെഴുതിയിട്ടുണ്ടായത്. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറി, ചുമരെഴുത്തുന്ന നേരം മാറി. അതല്ല ഇപ്പം എമർഷൻ തന്നെ ചുമരിലടിച്ച് കളർ എമർഷനെ കൊണ്ടാണ് ഇപ്പോൾ ചുമരെഴുതുന്നത്. പണ്ടുകാലത്തിൻ്റെ വ്യത്യസ്തമായി മാറി. പണ്ടുകാലത്ത് പറഞ്ഞാൽ ചുമരെഴുതുമ്പോൾ രാത്രി കാലങ്ങളിൽ പെട്രോമാക്സ് അതുപോലെ ഒരുപാട് ലൈറ്റൊക്കെ ആയി കുറേ ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പറഞ്ഞ പോലെ പെയിന്റ് അടിച്ച് കിട്ടിയാൽ ഭാഗ്യം എന്ന രീതിയിലാണ്. അങ്ങനെ അടിച്ചുകൊണ്ട് നമ്മൾ ഇപ്പോഴത്തെ പുതിയ പെയിന്റ് ഉപയോഗിച്ചുകൊണ്ടാണ് എമർഷൻ, അതുപോലെ പിന്നെ എമർഷൻ തന്നെ കളർ അടിച്ചുകൊണ്ട് എമർഷൻ തന്നെ അതിന്റെ കളർ ഉപയോഗിച്ചുകൊണ്ടാണ് ചുമര് എഴുതുന്നത്. ഈ ഡിജിറ്റൽ യുഗത്തിലും മനസ്സിൽ മായാതെ നിൽക്കുന്നത് ചുവരെഴുത്തുകൾ തന്നെ. ചുവരെഴുത്ത് പൂർത്തിയായാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഏകപാത്ര നാടകവും നാടൻ പാട്ടുകളുമായി രംഗത്തെത്താനുള്ള ഒരുക്കത്തിലാണ് പ്രവീൺ രുക്മ. കേരള സാംസ്കാരിക വകുപ്പ് ഫെലോഷിപ്പ് കലാകാരൻ കൂടിയാണ് ഇദ്ദേഹം. സെലൂസ് പഴയങ്ങാടി.